നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിൽ ശരത് പവാറിന്റെ പാർട്ടി കൂടി കോൺഗ്രസിൽ മെർജ് ചെയ്യുന്നതോടുകൂടി എം പിമാരുടെ എണ്ണം, അതായത് 48 ലോക്സഭാ സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് എം പിമാരുടെ എണ്ണം 13-ൽ നിന്നും 21 വർദ്ധിക്കും എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ കോൺഗ്രസിൻ്റെ എം പിമാർ കൃത്യമായി ഉള്ള സംസ്ഥാനം കേരളമാണ്. പക്ഷേ അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും ഒക്കെ കോൺഗ്രസിന് വലിയ മുന്നേറ്റമായിരുന്നു. ദക്ഷിണേന്ത്യയിൽ, പ്രത്യേകിച്ചും കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും മാത്രമേ കോൺഗ്രസിന് കണി കാണാൻ പോലും എം പിമാരേ ഉള്ളൂ എന്ന് പറഞ്ഞ് പരിഹസിച്ച 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിൽ വന്ന മാറ്റം 2024 BJP അടപടലം വരിഞ്ഞു കെട്ടുകയായിരുന്നു. മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ടതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി 48-ൽ 31 സീറ്റുകൾ നേടിയാണ് അവിടെ മുൻതൂക്കം നേടിയെടുത്തത്. പിന്നെ കണ്ടതെല്ലാം വലിയ തോതിലുള്ള അട്ടിമറിയുടെ സാഹചര്യങ്ങളാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 5 മാസങ്ങൾക്ക് ഉള്ളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ച് BJP സർവ്വസന്നാഹങ്ങളും ഒരുക്കി തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചത് എന്നത് നമുക്ക് വളരെ വ്യക്തമായി അറിയാം. 288 ലോക്സഭാ സീറ്റിൽ 160-ൽ കൂടുതൽ സീറ്റുകളിൽ ഇന്ത്യ മുന്നണി ലീഡ് ചെയ്തിരുന്നു. അതിൽ തന്നെ 80-ൽ കൂടുതൽ സീറ്റുകളിൽ കോൺഗ്രസിന് വളരെ വ്യക്തമായ ലീഡുമുണ്ടായിരുന്നു. ഇതിനകം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥിതിവിശേഷങ്ങളെല്ലാം ചർച്ച ചെയ്യുമ്പോൾ കോൺഗ്രസിന് ഉരുത്തിരിഞ്ഞു വന്നൊരു കാര്യമുണ്ട്. ബൂത്ത് തലത്തിൽ തന്നെ നടന്ന വ്യാപകമായ അഴിമതിയും EVM-ലെ കള്ളക്കടക്കുമാണ് മഹാരാഷ്ട്രയിൽ വളരെ അധികം നഷ്ടങ്ങൾ ഇന്ത്യ സഖ്യത്തിന് ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. യോജിച്ച് നിൽക്കേണ്ട സമയമാണിത് എന്ന തിരിച്ചറിവിലാണ് സുപ്രിയ സുലെയും കോൺഗ്രസ് നേതൃത്വമുള്ളത്. കാരണം ഔദ്യോഗിക NCPയെ അജിത് പവാറും കുടുംബവും റാഞ്ചിയിരുന്നു. അജിത് പവാറിൻ്റെ ആകസ്മിക മരണത്തിന് ശേഷം സുനീത പവാറിനാണ് ഇപ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകിയിരിക്കുന്നത്. അവർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരിക്കുന്നു ബാരാമതിയിൽ നിന്നും. പക്ഷേ യാഥാർത്ഥ്യം എന്തെന്നാൽ NCPയുടെ ഇപ്പോഴത്തെ ഈ കുത്തഴിഞ്ഞ രാഷ്ട്രീയ ജീവിതം, അതിനെ തകർക്കാൻ കൃത്യമായ ഐക്യത്തോടെ നിന്നേ മതിയാവുകയുള്ളൂ എന്ന ആവശ്യമാണ് സുപ്രിയ സുലെ അടക്കമുള്ള നേതാക്കളെ കോൺഗ്രസിനോട് അടുപ്പിക്കുന്നത്. ശരത് പവാർ നമുക്കറിയാം, പഴയ കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹം NCP രൂപീകരിക്കാനുണ്ടായ കാരണങ്ങളൊക്കെ നമുക്കറിയാം. അതുപോലെ മറ്റൊരു വിഷയം എന്നത് ശിവസേന ഉദ്ധവ് വിഭാഗത്തിൻ്റെ നീക്കുപോക്കുകൾ തന്നെയാണ്. ശിവസേന ഉദ്ധവ് വിഭാഗത്തിന് ഒരിക്കലും കോൺഗ്രസിൽ ലയിക്കാൻ പറ്റില്ല. കാരണം അവരുടെ ഐഡിയോളജിയും മറ്റും വളരെ വേറിട്ട് നിൽക്കുന്ന ഒരു വിഷയമാണ്. പക്ഷേ കോൺഗ്രസ് നേതൃത്വവുമായി യോജിച്ച് ലയനത്തിലൂടെ NCP ശരത് പവാർ വിഭാഗം കൂടുതൽ കരുത്താർജിക്കുന്ന രീതിയിലുള്ള തീരുമാനമെടുത്താൽ അത് ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് കൊടുക്കുന്ന മെസ്സേജ് വളരെ ശക്തി നൽകുന്ന വിഷയമായിരിക്കും. ഇനി മഹാരാഷ്ട്ര രാഷ്ട്രീയം കലങ്ങിമറിയും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. 2029 ഇനി മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കുന്നത്. അതിനു മുമ്പേ മഹാരാഷ്ട്രയിൽ പലയിടത്തും വെടിപൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതായത് രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാകും.